ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ അടിപൊളി ഒരു നാടൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. വാഴച്ചുണ്ട് വെച്ചിട്ടുള്ള ഒരു രുചികരമായ ഒരു റെസിപ്പിയാണ്. വാഴച്ചുണ്ട് കൊണ്ട് നമ്മൾ പലവിധ റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കിയ എല്ലാവരും വളരെ രുചിയോടുകൂടി കഴിക്കുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മളിന്ന് വറുത്തരച്ച ഒരു കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്ത് എടുക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയെടുത്ത് നമുക്ക് കുറച്ച് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ തീയലിന് ചെയ്യുന്ന അതേ സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത്. തേങ്ങ കുറച്ചൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുഴുവൻ മല്ലിയും മുഴുവൻ മുളകും നമുക്ക് ചേർക്കാം. ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചേർത്താണ്. അതിലോട്ട് വേണമെങ്കിൽ നമുക്ക് 2 കഷ്ണം വെളുത്തുള്ളിയും 3-4 മണി കുരുമുളകും ചേർക്കാം. അത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് സാധാരണ രീതിയിൽ ഒരു വാഴച്ചുണ്ട് തയ്യാറാക്കുന്ന പോലെ ഒന്ന് തയ്യാർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സവോള, പച്ചമുളക് വഴറ്റിയെടുക്കാം. വാഴച്ചുണ്ട് നല്ല ഉപ്പ് വെള്ളത്തിൽ അല്ല എണ്ണ പുരട്ടി കറ കളഞ്ഞ ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. കൊത്തിയരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും പുറമേയുള്ള കട്ടിയുള്ള ദളങ്ങളും നീക്കം ചെയ്ത ശേഷം അകത്ത് ഉള്ള ഇളം നിറവും ഉള്ള ദളങ്ങളും വാഴച്ചുണ്ടിൻ്റെ പൂക്കളും കൂടെ കൊത്തിയരിഞ്ഞെടുത്താണ്. വാഴച്ചുണ്ട് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് അരപ്പ് ചേർത്തിളക്കാം. നമുക്കിതിലോട്ട് നാരങ്ങ വലുപ്പത്തിലുള്ള പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സാധാരണ രീതിയിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ തീയൽ കറി തയ്യാർ ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ വളരെ സ്വാദിഷ്ടമായിട്ട് ചോറ് കഴിക്കാം. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്യുക. വാഴച്ചുണ്ട് വാഴയുടെ വിവിധ ഭാഗങ്ങളെല്ലാം എപ്പോഴും ഗുണപ്രദമാണ്. ഒന്നും വേസ്റ്റ് ആക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.